സംഗതി ശരിയാ, ട്രംപിന്റെ തോളയിലൊന്ന് കൈയിട്ടു, അതിനാ കശ്മീരിൽ നമുക്ക് പണിയും തന്നു, നാറ്റിച്ചു. അത് നമ്മൾ മറക്കത്തില്ല. ആസ് എ നേഷൻ നമ്മൾ തീർച്ചയായിട്ടും ആസ് എ നേഷൻ, അതായത് ഇന്ന് വയത്ത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നിട്ട് വേണമെങ്കിൽ ചോദിച്ചോ, ട്രംപിനെ വിശ്വസിക്കാവെന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരൊറ്റ വാക്ക് കേട്ടത്തുള്ളൂ. ഉറപ്പായിട്ടും. അതാണ് എന്താ പറയുക, ട്രംപിന്റെ ഏറ്റവും വലിയ നാറ്റക്കേസും അത് തന്നെയാണ്. രാഷ്ട്ര തലവന്മാരുടെ ഇടയ്ക്കല്ല ട്രംപ് മാറിയത്, രാഷ്ട്രത്തെ ജനങ്ങളുടെ ഇടയ്ക്കാണ്. അമേരിക്കക്കാരന്റെ പേരാണ് ട്രംപ് ഇല്ലാണ്ടാക്കിയത്, നാറ്റിച്ചു കളഞ്ഞു. അമേരിക്കക്കാരനെ തന്നെ നാറ്റിച്ചു കളഞ്ഞു. അമേരിക്കക്കാർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിക്ക് സാധാരണ മനുഷ്യര് ചിന്തിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയി ഹെൻറി കിസിഞ്ചർ. ടു ബി അമേരിക്കാസ് എനിമി ഇസ് ഡേഞ്ചറസ്, ടു ബി അമേരിക്കാസ് ഫ്രണ്ട് ഇസ് ഫേറ്റൽ. ട്രംപ് ഇപ്പോ താരിഫ് അടിച്ചു കൂടിയിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ഫ്രണ്ട്സിനാണ്, സുഹൃത്തുക്കൾക്കാണ്. അമേരിക്കയുടെ സുഹൃത്തായിരിക്കുക എന്നത് മരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. പറഞ്ഞതാരാ? അമേരിക്കക്കാരൻ തന്നെ, അമേരിക്കക്കാരനായ ഹെൻറി കിസിഞ്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ലോകക്രമം മാറി. അതായത് താരിഫ് അടിച്ച് ഇന്ത്യ, നരേന്ദ്രമോദി ട്രംപിന്റെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു ഇതുണ്ട്, വേൾഡ് ഓർഡർ ഹാസ് ചേഞ്ച്ഡ്. ലോകക്രമം മാറ്റിയത് ഇന്ത്യയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു ഭയത്തെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ പറയാൻ പറ്റൂല.